നിസ്കാരം മസ്റ്റാണ്, നിസ്കാരം വേണം, നമ്മൾക്ക് അത് ആവശ്യമാണ്. അപ്പം അങ്ങനെ പിന്നെ അമ്പലത്തിൽ പോണവരില്ലേ, ഹിന്ദുക്കള് പള്ളിയിൽ പോണവരില്ലേ, ആർട്ടിസ്റ്റാന്ന് പറഞ്ഞ് പ്രാർത്ഥന നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ കാഴ്ചയുടെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാജിക്കിന് പോകുന്നു, വരുന്നു, വീട്ടിലുണ്ട്, ഒക്കെ ഓക്കെ അല്ലേ, ശരിയാണ്. അതേപോലെയായിരുന്നു ഞാനും മെഡിക്കൽ സെന്ററിൽ രാത്രി 10 മണിക്ക് ക്രിസ്മസിൻ്റെ അന്ന് മരിക്കുന്നത്. പിറ്റേ ദിവസമാണ് കൊണ്ടുവരുന്നത് വീട്ടിലേക്ക്. രാത്രി 12 മണിയായപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ ഞാനത് നിർത്തി, വേണ്ടെന്ന് വെച്ച്. കാരണം ഇങ്ങനെ മാജിക് കാണിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. മോഹൻലാലിന്റെ ഫാനാണോ? അല്ല, മമ്മൂട്ടി. രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ മോഹൻലാലിന് അവർ രണ്ടാളെ കൂട്ടത്തിൽ മോഹൻലാലിനാണ് എന്നെ ഇഷ്ടം. മമ്മിന് ഇഷ്ടം എന്ന് പറയാൻ കാരണം എൻ്റെ ഫാദർ വിഷ്ണു ലോകം എന്ന് പറഞ്ഞ പടത്തിലെ മോഹൻലാൽ ലാലേട്ടൻ്റെ മാജിക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ അടുത്ത് വന്ന് ലാലേട്ടൻ നമസ്കാരം എന്ന് പറഞ്ഞ അടുത്ത് വന്ന് ചെല്ലുമ്പോൾ ലാലേട്ടൻ വിശേഷം ചോദിക്കും, ഭാര്യ ചോദിക്കും അമ്മയ്ക്ക് സുഖമാണോ. ഒരു ദിവസം ഞാൻ റൂമിലുള്ള സമയത്ത് അവളില്ലേ, അവളെ വിടാൻ പറ്റൂല, അവളെ നമുക്ക് വിടാൻ പാടില്ല, അത് തെറ്റാണ് അവൾ ചെയ്യുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ആരോടാ ഈ പറയണത്, അത് തന്നെ ഇല്ലാണ്ടിരിക്കോ. പറഞ്ഞത് കിട്ടാഞ്ഞിട്ടുണ്ട്, സെറ്റിൽ നിന്ന് റോളുകൾ മാറിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ സെറ്റിൽ ചെന്നിട്ടോ? ആ, സെറ്റിൽ ചെന്നിട്ട്. ഫോൺ ഉപയോഗിക്കുവോ? ആണോ? ചിലപ്പോ നമ്പർ വേറെ ആൾക്കാർക്ക് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകും, ടച്ച് ചെയ്ത് അങ്ങനെയൊക്കെ വിളിക്കുവോ? ആണോ? യൂട്യൂബ് ഒക്കെ കാണും മമ്മി? അല്ല, അവര് വിളിച്ചു ചോദിക്കുമ്പോ ഞാൻ യൂട്യൂബ് ഒന്നും കാണില്ല. യൂട്യൂബ്, വാട്സാപ്പ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. കോൾ മാത്രമേ ഉള്ളൂ, മെസ്സേജ് കാര്യങ്ങളൊന്നും. സീരിയൽ എല്ലാം ഭയങ്കര അഡിക്റ്റ് ആണ്. 7 മണിക്ക് അവിടെ അങ്ങനെ ഇരുന്ന ആ സോഫയിൽ ഇരുന്ന ഒരു 10-10:30 വരെ അങ്ങനെ ഇരുന്നോളും. അതൊരു സന്തോഷമാണ്. പിന്നെ അത് വേറെ മമ്മിയുടെ വേറെ അനിയത്തി ഇതിന്റെ അഡിക്റ്റാ, കോഴിക്കോടുള്ള. അപ്പൊ പുള്ളിക്കാരി എന്തെങ്കിലും ഡോക്ടറെ കാണിക്കാനോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സാവും. അപ്പം മമ്മീനെ വിളിച്ചിട്ടാണ് കഥ ചോദിക്കുന്നത്. മിസ്സായി കഴിയുമ്പോൾ മമ്മിക്ക് ഹോട്ട്സ്റ്റാറിലെങ്കിലും കാണാം, അവർക്ക് അതില്ലാത്തത് കൊണ്ട് അത് ഞാൻ എടുത്തു കൊടുക്കും. രാവിലെ തന്നെ എല്ലാം കാണും. അത് തന്നെ ചിലപ്പോൾ രാത്രി ഇരുന്ന് കാണും കേട്ടോ. അപ്പൊ രാത്രി പ്രയർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും, നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് കട്ട് ചെയ്യണ്ട, മഗ്‌രിബ് ഏഷ്യൊന്നും കട്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് രാവിലെ ഹോട്ട്സ്റ്റാറിൽ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ സന്ധ്യക്ക് എല്ലാരും നാമം ജപിക്കും, പ്രാർത്ഥന. ഈ സമയത്തൊന്നും TV വെക്കണ്ട മമ്മി, നമുക്ക് പ്രാർത്ഥിക്കാം ആ സമയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിക്കും. അപ്പൊ അങ്ങനെ ചില സീരിയലുകൾ കാണാറുണ്ട്. അപ്പൊ ഈ മമ്മിയുടെ അനിയത്തി ഒരു ദിവസം ഞാൻ റൂമിലുള്ള സമയത്ത് അവളില്ലേ, അവളെ വിടാൻ പറ്റൂല, അവളെ നമുക്ക് വിടാൻ പാടില്ല, അത് തെറ്റാണ് അവൾ ചെയ്യുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ആരോടാ ഈ പറയണത് എന്ന് നോക്കിയപ്പോഴേ ഇതിന്റെ കഥയാണ് സീരിയലിന്റെ. പറഞ്ഞു കൊടുക്കുക എന്നിട്ട് കേക്കണോ. അപ്പൊ ഞാൻ പറയാം, എന്റെ പൊന്നും മമ്മിയെ മനുഷ്യനെ പേടിപ്പിക്കല്ലോ എന്ന് പറഞ്ഞ് വിഷമം തോന്നി എനിക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണത്. പിന്നെ ഈ ഒരു സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലേ, TV കാണുക എന്നുള്ള കാര്യം അല്ലാതെ. ഇപ്പൊ ചേച്ചി ഇല്ലെങ്കിൽ എങ്ങനെ അവിടെ മാനേജ് ചെയ്യാ? അപ്പൊ ഇല്ല, അതൊക്കെ ചെയ്തോളൂ. ഞാനില്ലാതെ അങ്ങനെ കുറെ ദിവസം മാറി നിൽക്കൊന്നുമില്ലല്ലോ. എറണാകുളത്തുണ്ടെങ്കിൽ ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരും, തിരിച്ചു വരും. അതെ. ഇപ്പം അങ്ങനെ ട്രിവാൻഡ്രം വർക്കൊക്കെ കുറവായി. ഇപ്പൊ ഞാൻ സീരിയൽ ചെയ്തിട്ട് 13 വർഷമായല്ലോ. ഇപ്പൊ സിനിമയിലാണല്ലോ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പറഞ്ഞാല് സിനിമ അധികം എനിക്കൊന്നും ഇല്ല, ബുക്ക് ആയിട്ടുള്ളൂ ഓരോന്നും ജനുവരിയിലേക്കൊക്കെ. പക്ഷേ ഗ്യാപ്പ് ഇടാന്ന് വെച്ചാൽ ഒരു മെഗ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കമ്മിറ്റ് ചെയ്യും. അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയിലേക്ക് അത് പ്രശ്നമാകും. ഡേറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ സീരിയലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ഇപ്പം നമ്മൾ മസ്റ്റ് ഒന്നുമല്ല സിനിമയിൽ. അപ്പോൾ ആ ക്യാരക്ടർ അത് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടെന്ന് മാത്രം നിന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ചേച്ചിയുടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറയുന്നത് ബീനയോടാണ്. ഞാൻ ചില കാര്യങ്ങളൊക്കെ ബീനയായിട്ടാണ് സംസാരിക്കാറ്. ഒരു ദിവസം ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് സംസാരിക്കും. അത്ര. മമ്മിയായിട്ടും? മമ്മി അവളോട് അവളുടെ സീരിയലൊക്കെ മമ്മി കാണും. അപ്പൊ തന്നെ മമ്മി വിളിച്ചിട്ട് അവളോട് അഭിപ്രായം അപ്പൊ തന്നെ പറയും. സാരി, മേക്കപ്പ്, കമ്മല്, ബീന നന്നായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷം അത് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് മമ്മി നമ്മളെ ഒരാളെ കാണും, പെൺപിള്ളേരെ കാണുമ്പോൾ നമ്മുടെ ആക്സസറീസ് എല്ലാം നോക്കുന്നുണ്ട്. കമ്മല്, മാല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ അത് ഈ കളറോ? ആണോ? പച്ച ഏറ്റവും ഇഷ്ടമാ. അത് ശരി, അതാണ് അവിടെ ഞാൻ കയറി വന്നപ്പോഴും നോക്കിക്കൊണ്ടിരുന്നു. ആണല്ലേ? അന്ന് കരിമ്പച്ച സാരി എടുത്തോണ്ട് വരായിരുന്നു. അതെ, കരിമ്പച്ച എടുത്താൽ മതിയായിരുന്നു. ഉണ്ട്.
കൊറേ ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ ഡ്രസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ് പണ്ട് മുതലേ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഭയങ്കര സാരീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷോപ്പിങ്ങിനോട് കുറച്ച് ക്രേസ് ഉണ്ടോ? ഇപ്പൊ പോവാറില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ മഹാരാജ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് അന്ന് കാണാമറിയത്തൊക്കെ റിലീസായ സമയത്ത് അപ്പൊ അതേപോലത്തെ ശോഭനിട്ട ടോപ്പൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടും. അന്ന് ക്യാപ് സ്ലീവ് ഒക്കെ ഇറങ്ങിയ ടൈമാണ് പണ്ട്. ഓർമ്മയുണ്ടോ നമുക്ക് അറിയില്ല. ക്യാപ് സ്ലീവ് എന്നൊരു ടോപ്പ് ഉണ്ട്. അത് കൈ ഇങ്ങനെ ഇരിക്കും. പിന്നെ മിഡി ആണെങ്കിൽ മിഡിയിൽ ലേസ് വെച്ചിട്ടായിരിക്കും മിഡി. മൂന്നെണ്ണം താഴെ കറുത്ത. അത് കാണാമറിയത്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ അറിയാൻ പറ്റും. ശോഭനിട്ട ഡ്രസ്സ് പണ്ടത്തെ. അപ്പൊ അതൊക്കെ അന്ന് ഭയങ്കര ട്രെൻഡാണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് പോയിട്ട് എടുത്തോണ്ട് വരും. സത്യം പറഞ്ഞ മമ്മി ഭയങ്കര തഗ്ഗ കേട്ടോ. കാരണം ആ കാലത്തൊക്കെ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ നമുക്ക് പ്രശ്നമില്ല, എന്തും ചെയ്യാലോ. ആ കാലത്ത് അങ്ങനെ പെൺപിള്ളേരെയൊക്കെ നടത്തണമെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് വേണം. ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എനിക്കുണ്ടല്ലോ എൻ്റെ അമ്മൂമ്മേനെ ഓർമ്മ വരും. അമ്മൂമ്മ ഏകദേശം ഇതുപോലെ ഇപ്പൊ സിനിമയുടെ കാര്യങ്ങൾ സീരിയലിന്റെ കാര്യമൊക്കെ പറയും. സിനിമ കാണാൻ ഇഷ്ടമാണോ? പിന്നെ മോഹൻലാലിന്റെ ഫാനാണോ? രണ്ടാളും ഇഷ്ടമാണ്. പക്ഷെ മോഹൻലാലിന് അവർ രണ്ടാളെ കൂട്ടത്തിൽ മോഹൻലാലിനാണ് എന്നെ ഇഷ്ടം. മമ്മീനെ ഇഷ്ടം. അതല്ല, മമ്മീനെ ഇഷ്ടം എന്ന് പറയാൻ കാരണം എന്റെ ഫാദർ വിഷ്ണു ലോകം എന്ന പടത്തിലെ മോഹൻലാൽ ലാലേട്ടന്റെ മാജിക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓ ശരി. അപ്പം മമ്മി കൂടെ പോയിരുന്നു സെറ്റില്. അപ്പൊ മമ്മീനെ ഭയങ്കര കാര്യമായിരുന്നു. എൻ്റെ ഫാദർ ആ ഐറ്റംസ് മുഴുവനും എൻ്റെ ഫാദറാ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ മമ്മീനോട് ഇരുന്ന് സംസാരിക്കും. പിന്നെ ലാലേട്ടൻ ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റാന്ന് അറിയാലോ. അപ്പം ഞങ്ങൾ ലാലേട്ടൻ്റെ അടുത്ത് വന്ന് ലാലേട്ടൻ നമസ്കാരം എന്ന് പറഞ്ഞ അടുത്ത് വന്ന് ചെല്ലുമ്പോൾ ലാലേട്ടൻ വിശേഷം ചോദിക്കും. ആദ്യം ചോദിക്കും അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കും. അത് എന്നോടൊന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ആർട്ടിസ്റ്റിനോടും ഫസ്റ്റ് ചോദിക്കുമ്പം അവരുടെ സുഖമോ അവരുടെ പടങ്ങളുണ്ടോ അങ്ങനെയല്ല ലാലേട്ടൻ ചോദിക്കുക. വീട്ടിലെ വിശേഷം ചോദിക്കും. ആ അമ്മയ്ക്ക് സുഖമാണോ, അച്ഛന് സുഖമാണോ, എല്ലാം നന്നായിരിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അതൊരു ഭയങ്കര സന്തോഷമായ കാര്യമാണ്. മമ്മൂക്കയും സുഖമാണോ എല്ലാവർക്കും. മമ്മൂക്കിന്റെ സ്റ്റൈലാണ്, അതാണ്. അതൊരു വേറൊരു സ്റ്റൈലാണ്, ഇത് വേറൊരു സ്റ്റൈലാണ്. രണ്ടുപേർക്കും എല്ലാ ആർട്ടിസ്റ്റുകളെയും അറിയാം. അവരെന്താണ് ഏതാണ്, അതാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ്. ആ സമയം ഓർക്കുന്നുണ്ടോ? വിഷ്ണു ലോകത്തിൽ പഠിപ്പിക്കാൻ പോയിട്ട് അതായത് പാലക്കാട് മമ്മി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തത് സവാരി കോട്ടൊക്കെ വെച്ചുകൊടുത്ത് സ്പ്രേ ഒക്കെ അടിച്ചുകൊടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എനിക്കത് കാണണം. ആണോ? കാണണം. കൊറേ നാളായോ കണ്ടിട്ട്? ടിവിയിൽ കാണുന്നുണ്ട് എപ്പോഴും. എനിക്ക് ചിരി വന്നത് എന്താണെന്നറിയോ, മമ്മൂക്കേനാണോ ലാലേട്ടനെയാണോ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടം, പക്ഷെ കൂടുതലും ലാലേട്ടൻ എന്നോടാണ് ഇഷ്ടം. കാണുമ്പോ അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്നോടൊന്നും മാത്രല്ല. ഇപ്പം തസ്നീഖാനെ കണ്ടിട്ട് മമ്മീനെ ചോദിക്കാന്നല്ലല്ലോ, ലാലേട്ടൻ എല്ലാരോടും കുടുംബവിശേഷങ്ങൾ ചോദിക്കും. സുഖാണോ, അമ്മയ്ക്ക് സുഖാണോ, അച്ഛന് സുഖാണോ. അപ്പം നമ്മളും ചോദിക്കും ലാലേട്ടൻ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്. അതൊരു സ്നേഹമാണ് എല്ലാവരോടുള്ള. അത് എല്ലാവരും ഇപ്പൊ ഈ സാധാരണ ആളുകളുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രശ്നമാണ് കുറച്ച് ദിവസം അടുപ്പിച്ച് വീട്ടിലിരുന്ന ഇപ്പൊ വർക്കൊന്നും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം. ചേച്ചി ആ ചോദ്യം എങ്ങനെ നേരിടാറുള്ളത്? അയ്യോ, അതാണ് ഏറ്റവും വലിയ സങ്കടം. അതായത് ഇപ്പൊ നമ്മൾ ഇന്നും നാളെയും മിഞ്ഞാന്നൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ വർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണത്. അപ്പൊ ചോദിക്കും ഇപ്പൊ വർക്കില്ലേ ചേച്ചി? വർക്ക് ഉണ്ടെങ്കിൽ ഞാനിപ്പോ വരുമോ മോളെ സൂപ്പർ മാർക്കറ്റിൽ? അങ്ങനെ ചോദിക്കും. നമുക്ക് ഭയങ്കര അത് എങ്ങനെയാ പറയേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അത് നമ്മുടെ ഗൾഫുകാരോട് ചോദിക്കുന്ന പോലെയാണ്. നാട്ടിലെത്തുമ്പോ തന്നെ എപ്പോഴാ പോണേ അതേപോലെ. മമ്മിയാണെങ്കിൽ എങ്ങനെ ആൻസർ പറയാ? തഗ്ഗൊക്കെ പറയുമായിരിക്കുമല്ലോ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളോട്. മമ്മി കേട്ടിട്ടില്ല അങ്ങനെ അല്ലേ? വർക്കില്ലേ എന്നോട് ചോദിക്കുന്നില്ലേ? ഞാൻ പതിയെ പുറത്തേക്ക് പോവാറില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മമ്മി പൊടിപടലം ഒന്നും അധികം തട്ടാൻ പാടില്ല, ബുദ്ധിമുട്ടാണ്. ഇൻഫെക്ഷൻ വരുന്നോണ്ട് പനി വരാതിരിക്കാൻ സൂക്ഷിക്കാൻ പറഞ്ഞു. കല്യാണങ്ങള് ഫംഗ്ഷൻസിനൊന്നും ഞാൻ മമ്മീനെ കൊണ്ടുപോയില്ല. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് തന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു മമ്മി നമ്മളെ ചെന്ന് ഇരുന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ മതി. അതുകൊണ്ട് അങ്ങനെ പോണു. പിന്നെ ഡോക്ടർ എല്ലാ മാസം ഫോളോ ചെയ്യുന്നോണ്ട് അങ്ങനെയൊക്കെയാണ്. പറയത്തക്ക സുഖമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ക്ഷീണമുള്ളൂ. അത് നമ്മൾ ഏജ് ആവുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. എക്സസൈസ് ഒക്കെ ചെയ്യോ? അങ്ങനെയൊന്നും ഇല്ല. ഇവിടുത്തെ അടുക്കളയത് അങ്ങനെ നടക്കല്ലേ, പിന്നെ പ്രശ്നം. പിന്നെ വീട് മൊത്തം നോക്കുന്നത് മമ്മിയാന്ന് തോന്നുന്നു അല്ലെ? കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കാര്യങ്ങള് അടുക്കള വിട്ടുകൊടുക്കൂല ആർക്കും. അങ്ങനെ ഉണ്ടോ? ഫുഡിന്റെ കാര്യത്തിൽ പിന്നെ ഞാനും ചെയ്യും. ഫുഡിന്റെ കാര്യം ഞാനും മമ്മിയും കൂടി മാറി മാറിയേ ചെയ്യാറ്. ആ പുറത്തുനിന്ന് കുക്കിനെ വെക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അതിന്റെ പണ്ടേ ആവശ്യമില്ല, വെക്കില്ല. ഞാൻ തന്നെ വെക്കാൻ വരുമ്പോഴേക്കും ഇവിടെ പുറത്തുനിന്ന് രാത്രി കഴിക്കൂല, സെറ്റ് വന്നിട്ട് കഴിക്കാം. ആണോ?
ഇപ്പൊ ചേച്ചി കുറച്ച് ദിവസമൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് വീട്ടിലെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് വരുമല്ലോ. ഒരു ദിവസം മാറിയുന്ന വരും. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ മമ്മി ഉണ്ടാക്കുന്നതില്? മമ്മി ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന മുളക് മീൻകറിയും കൊടംപുളിയൊക്കെ ഇട്ട് വെക്കും മമ്മി നന്നായിട്ട്. അത് എന്ത് കിട്ടിയാലും കൊഴുവ തേങ്ങയില്ലാതെ കൊടംപുളിയൊക്കെ ഇട്ടിട്ട് മുളകിട്ട മീൻകറി മൊളിയാറുന്ന മമ്മി പറയാ. മൊളിയാറ് അത് മുളകാറ്. ഈ കോഴിക്കോട് ആ സൈഡിലേക്കൊക്കെ നമ്മള് മറ്റേ കൊടംപുളിയല്ലോ സാധാ പുളിയൊക്കെ കൊറേ കഴിഞ്ഞപ്പോ പിന്നെ കൊടംപുളി ആക്കി. കൊടംപുളി ഇഷ്ടം ആർക്കാ? എന്റെ ഫാദറിന്. ഇവിടാണോ? അല്ലല്ലോ, കോഴിക്കോട് തന്നെ അല്ലായിരുന്നു. കുറ്റിപ്പുറം. മലബാറാണല്ലോ അല്ലേ? ഓക്കെ. ഇപ്പൊ ചേച്ചി കുറെ നാളായിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഈ ഒരു ജേണി വരുന്നുണ്ടല്ലോ, ചേച്ചിക്ക് ഇതുപോലെ പറഞ്ഞിട്ട് ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് തന്നെ ഇല്ലാണ്ടിരിക്കോ? പറഞ്ഞത് കിട്ടാഞ്ഞിട്ടുണ്ട്, സെറ്റിൽ നിന്ന് റോളുകൾ മാറിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ സെറ്റിൽ ചെന്നിട്ടോ? സെറ്റിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, പക്ഷെ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പം ആ റോള് മാറിപ്പോയതൊക്കെ ആ ഡയറക്ടർ നല്ലതായതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുക. മനസ്സിലായോ? അത് ഞാൻ അത്രയ്ക്കും മെലിഞ്ഞി അങ്ങനെ അത്ര വലിയതൊന്നും ആളല്ല, ഇടുപ്പുള്ള ആളൊന്നും അല്ല. അപ്പം ഈ റോളുകൾ മാറിപ്പോയപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന് തന്നെ ആപ്റ്റ് അല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിന് ബുക്ക് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പൊ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിയാണ് ആ ഡയറക്ടർ പറഞ്ഞത്, ആ റോളിന് ഞാൻ ആപ്റ്റ് അല്ല ശരിക്കും. അല്ലാണ്ട് അങ്ങനത്തെ ആ സമയത്ത് നമുക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നും. അതെ അതെ. ആ മമ്മിയുടെ അടുത്ത് വന്ന് പറയാറുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? കൂടെ ഉണ്ട്. ചിലപ്പോ അഭിനയിച്ചത് കാണൂല സീന് കട്ട് ചെയ്ത് കളയും. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും പറ്റിയിട്ടുണ്ട് ചില സിനിമകളിൽ. വലിയ 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 പടങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചത് കുറെ കട്ടായി. അത് പിന്നെ അത് കട്ടായി പോകും. ചിലപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ അവർക്കിപ്പോൾ മെയിൻ ആർട്ടിസ്റ്റുകൾ സൂപ്പർ സ്റ്റാർസ് ഉള്ള പടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്കല്ലേ പ്രാധാന്യം ശരിക്കും പടത്തിൽ. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പം അതൊന്നും ഒരു കുറ്റമോ ഒരു ഇതൊന്നുമല്ല. നമുക്ക് ചിലപ്പോൾ മനസ്സുകൊണ്ട് ചെറിയ സങ്കടം വന്നാലും അതൊരു വലിയ കുറ്റോ കാര്യങ്ങളില്ല. അതങ്ങനെ ആണത്, അല്ലാതെ അതിലൊരു കുറ്റം കണ്ടെത്താൻ പറ്റില്ല. കാരണങ്ങളൊക്കെ മനസ്സിലായി ഇതാണ് ഇങ്ങനെ ഇതുള്ളതുകൊണ്ടാണ് അറിയില്ല. അത് നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കിയതാണ്. മനസ്സിലായല്ലോ കാര്യങ്ങളാണ്. സിനിമാക്കാരെങ്ങനെയാന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോ അങ്ങനെ വലിയ സങ്കടമൊന്നും ഇല്ല. മമ്മിയുടെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ട് ചേച്ചി, ഞാൻ നടത്തി കൊടുത്തതിന് ഒരു ആഗ്രഹം ഉണ്ട്. കുറെ വർഷം നമ്മൾ കുഞ്ഞു മുതൽ കേട്ടിട്ടുണ്ട് ഒരു ആഗ്രഹം മമ്മിയുടെ. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ അമ്മമാരുടെ ആഗ്രഹങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് വലുതാകുമ്പോൾ നടത്തി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും നടത്തി കൊടുത്ത ഏതെങ്കിലും ഉണ്ടോ? മമ്മിയുടെ ആഗ്രഹങ്ങളൊന്നും നടത്തി കൊടുക്കാത്ത ഒരു വീടായിരുന്നു മമ്മിയുടെ ആഗ്രഹം. അത് നടത്തി കൊടുത്തു ഞാൻ ഈസി ആയിട്ട്. അതെ, ഒരു വണ്ടി വേണം, അതുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ മമ്മി ആഗ്രഹിച്ച പോലെ ഒരു ജീവിതമാണ് ഇപ്പോ കിട്ടുന്നത്. പിന്നെ ഒരു കുഴപ്പമില്ല, മമ്മി ഹാപ്പി, നമ്മുടെ പാരന്റ്സ് ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ എന്റെ ഫാദർ മരിച്ചു പോയെങ്കിലും ഇപ്പൊ 13 വർഷം കഴിഞ്ഞ് 14ാമത്തെ വർഷം തുടങ്ങി. ക്രിസ്മസിന്റെ അന്നാണ് MT സാറ് മരിക്കുന്നതിന്റെ അതേ സമയത്താണ് എന്റെ ഫാദർ ക്രിസ്മസിന്റെ അന്ന് രാത്രി 10 മണി. അതേപോലെയായിരുന്നു MT സാറും. അപ്പോൾ അത് ഞാൻ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം MT സാറും എൻ്റെ ഫാദറൊക്കെ നന്നായിട്ട് അറിയുമായിരുന്നു. കൂടുതലും ഗ്രാൻഡ് ഫാദറിനെയാണ് അറിയാം. കോഴിക്കോടായിരുന്നു ഗ്രാൻഡ് ഫാദർ. വൈദ്യരാ, ബാബു വൈദ്യർ എന്ന് പറയും. അപ്പോൾ ആ വൈദ്യശാലയും MT സാറിൻ്റെ മാതൃഭൂമി പ്രസ്സൊക്കെ ഒരു ലൈനിലാണ് അവിടെ, റോബിൻസ് റോഡ് കാലിക്കറ്റിൽ. അപ്പോൾ ഈ ബാബു വൈദ്യരുടെ മോളാണ് ഞാനെന്ന് MT സാറിന് നന്നായിട്ട് അറിയാം. ഡെയ്സി സെറ്റിലൊക്കെ സാറ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എൻ്റെ ഫാദർ ഒരു മാജിക്കാരനാണ്, മെജീഷ്യനാണെന്നും അറിയായിരുന്നു. അപ്പം കോഴിക്കോട് സംബന്ധമായിട്ട് ഇവരെല്ലാവർക്കും അറിയാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പല പരിചയമുണ്ട്. അപ്പം എനിക്കതാണ് ഇങ്ങനെ ഭയങ്കര അത്ഭുതമായിരുന്നു. സാറ് മരിച്ച് 10 മണി രാത്രി ക്രിസ്മസിൻ്റെ അന്ന് രാത്രി അതേപോലെയായിരുന്നു ഞാനും മെഡിക്കൽ സെൻ്ററിൽ രാത്രി 10 മണിക്ക് ക്രിസ്മസിൻ്റെ അന്ന് മരിക്കുന്നത്. പിറ്റേ ദിവസമാണ് കൊണ്ടുവരുന്നത് വീട്ടിലേക്ക്. രാത്രി 12 മണിയായപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം തന്നെ കുറ്റിപ്പുറത്തേക്ക് കൊണ്ടുപോയി, നാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് പള്ളിയിലാണ് ഖബറടക്കിയത്. പിറ്റേ ദിവസം പത്രത്തിൽ വന്നത് 27-ാം തീയതി. അതുപോലെ MT സാറിൻ്റെത് അന്ന് പിന്നെ പബ്ലിക് ഹോളിഡേ ആണല്ലോ. 25-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ പേപ്പർ ഇല്ലല്ലോ പിറ്റേ ദിവസം. 27-ാം തീയതി പേപ്പറുള്ളൂ. 27-ാം തീയതി പേപ്പറിലാണ് ഫാദർ മരിച്ചെന്നും കുറെ പേര് അറിയുന്നത്. അന്ന് നമ്മുടെ ഫോണും എല്ലാം കുറവാണല്ലോ. അതെ 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 ഫോണിന്റെ കുറവില്ലല്ലോ. 13 വർഷം എന്ന് പറഞ്ഞാൽ 2010-ലാണ് മരിക്കുന്നത്. അപ്പോഴത്തേക്കും ഫോൺ ഉണ്ട്, പക്ഷെ പത്രം കുറെ പേര് പത്രം അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല, ദൂരമുള്ളവരൊക്കെ. പബ്ലിക് ഹോളിഡേ അല്ലേ, കുറച്ച് പേര് അറിഞ്ഞത്. അപ്പൊ ഞാൻ അതുപോലെ MT സാറിന്റെ ഇങ്ങനെ രാത്രി ഞാൻ മമ്മി അതേപോലെ തന്നെ സംഭവിച്ചില്ലേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അത്.
ഇപ്പൊ നമുക്ക് അമ്മ അച്ഛൻ അങ്ങനെയാണല്ലോ ഫാമിലി. അപ്പൊ അച്ഛൻ പോയ ശേഷം അത് നമുക്കറിയാം ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു നഷ്ടം തന്നെയായിരിക്കും. പിന്നെ ചേച്ചി പിന്നെ അതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? ഉപ്പച്ചി മരിച്ചു കഴിഞ്ഞപ്പം ശരിക്കും എന്താ പറയുക, കണ്ണുണ്ടെങ്കിലേ കണ്ണിൻ്റെ കാഴ്ചയുടെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാജിക്കിന് പോകുന്നു, വരുന്നു, വീട്ടിലുണ്ട്, ഒക്കെ ഓക്കെ അല്ലേ, ശരിയാണ്. നമുക്ക് അങ്ങനെ ഒരു ഒന്നിനോരോ ഉണ്ടല്ലോ, എന്താ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴേ അത് വലിയൊരു നഷ്ടമാണെന്ന് മനസ്സിലായി. വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരാണൊരു വീട്ടിൽ ആവശ്യമാണെന്ന് മനസ്സിലായി ഉപ്പച്ചി പോയപ്പം. കാരണവന്മാർ വേണം വീട്ടിൽ ശരിക്കും, അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. എന്തായിക്കോട്ടെ, എന്തോ നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് കൂടുതലും ശക്തി വന്ന പോലെ തോന്നി, ജീവിക്കാനുള്ളൊരു ശക്തി, ധൈര്യം. ഒരു ധൈര്യം, എൻ്റെ പുറകിൽ ആരോ ഉണ്ട്, ഒരു ശക്തി ഉണ്ട്, എനിക്ക് എന്നെ കാവലൊരാളുണ്ടെന്ന് എനിക്ക് തോന്നി. എന്ത് കാര്യത്തിനും ഞാൻ എല്ലാ അപകടങ്ങളായാലും എന്തായാലും എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാവും. അതേപോലെ ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് കണികൾ ഒരുക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, അപ്പോഴൊക്കെ എന്നെ തടയാൻ ഒരാളുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്, എനിക്ക് കാവലുണ്ട്. എന്നെ ഭയങ്കര കാര്യമായിരുന്നു എൻ്റെ ഫാദറിന്. മരിക്കുന്നവരെ ഞാൻ അടുത്തുണ്ട്. മോളേനെ വിളിക്കുള്ളൂ, എന്നെ തെസീന്ന് പോലും തികച്ച് വിളിക്കില്ല. ചോദിച്ചോക്ക്. പിന്നെ സെഫിനിയോട് അങ്ങനെ ഇല്ല, സെഫിനി കെട്ടിച്ച് പോയല്ലോ, അവൾ എപ്പോഴെങ്കിലും അല്ലേ വരുന്നതും പോണതും. പക്ഷെ ഞാൻ എപ്പോഴും അടുത്തുള്ളതുകൊണ്ട് എന്നെ ഭയങ്കര കാര്യമാണ്. മമ്മിനോട് എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടായാലും ഞാൻ ഇപ്പം ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ എന്ന് ചോദിച്ചാൽ മോള് പറഞ്ഞാൽ ഞാൻ പിന്നെ മിണ്ടൂലെന്ന് പറയും. വല്ലാത്തൊരു മിസ്സിങ്. അപ്പോൾ പുള്ളി ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത്. ഞാൻ കൂടുതലും ശക്തിയാവാൻ ഞാൻ കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറില്ല, ഫിഷ് മാർക്കറ്റിൽ പോവാ, അല്ല ഉപ്പച്ചി ഉള്ളവരെ ഞാൻ പോവാറില്ല, മമ്മിയാണ് വാങ്ങിക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുതരും. പക്ഷെ ഉപ്പച്ചി പോയി കഴിഞ്ഞതിന് പിന്നെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്, ഞാൻ പിന്നെ കടയിൽ പോകാൻ തുടങ്ങിയത്, സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയത് ഒക്കെ ഒറ്റയ്ക്ക് ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും. മമ്മി പിന്നെ പോയിട്ടില്ല. ആ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ആയിട്ട് മമ്മിയുടെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുത്തു. മമ്മി കല്യാണം കഴിച്ച് പോകുന്ന ഒരു മജീഷ്യനെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് കല്യാണം കഴിച്ച് ചെന്ന സമയത്ത് മാജിക് ഒക്കെ കാണിച്ചു തരുമായിരുന്നോ? അങ്ങനെ കാണിക്കില്ല, മാജിക് കാണിക്കുന്നില്ല. ആണോ? ഓ, ഞാൻ വിചാരിച്ചു നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും. വീട്ടില് മാജിക്കിന്റെ ഒരു സംഭവവും ഇല്ല. പുറത്ത് ആള് സ്റ്റേജിൽ കയറി ആ ഡ്രസ്സ് അങ്ങോട്ട് ഇട്ടാ പിന്നെ എന്റെ ഫാദർ മാറി. ഒരു വലിയൊരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ചേച്ചി പഠിച്ചെടുത്തിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് സ്റ്റാർ ആവാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്? ഇല്ല, ആ സമയത്തൊന്നും. ഞാൻ ഈ മാജിക് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട്, ഉപ്പച്ചിക്ക് ശേഷം എന്നോട് മാജിക് കൊണ്ടുപോയിക്കൂടെ തുടർന്ന് മാജിക് രംഗത്ത്. പക്ഷെ മാജിക് കൊണ്ട് ഒന്നും സമ്പാദിക്കാത്ത ഒരാളാണ് എൻ്റെ ഫാദർ. അപ്പം മാജിക് കൊണ്ട് ഞാൻ പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാശ് അങ്ങോട്ട് ഇറക്കണം. നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് അങ്ങോട്ട് ഇറക്കിയാൽ മാത്രമേ നമുക്ക് മാജിക്കിൻ്റെ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ അസിസ്റ്റൻസ്, വണ്ടി, കാര്യങ്ങൾ റിസ്ക് ഉള്ള പരിപാടിയാണ്. പിന്നെ ഒരു സ്റ്റേജിൽ ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതും കൂടി. പിന്നെ ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ ഷോയൊക്കെ പിടിച്ചാൽ അങ്ങനെ പോകാം. പക്ഷെ എനിക്ക് ഉപ്പച്ചി മരിച്ചോടുകൂടി ഞാൻ മാജിക് തന്നെ ക്ലോസ് ചെയ്തു. അത് വേണ്ട, ആ മാജിക് അങ്ങനെ പോയിക്കോട്ടെ, ഉപ്പച്ചിനാലെ പോയിക്കോട്ടെ മാജിക്. പിന്നെ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ വന്ന് കഴിയുമ്പം എന്തെങ്കിലും ഞാൻ ചെറുതായിട്ട് പഠിച്ച് പണ്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഞാനത് നിർത്തി, വേണ്ടെന്ന് വെച്ച്. കാരണം എനിക്കിങ്ങനെ മാജിക് കാണിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ മാജിക് തൊട്ടിട്ടില്ല. ഉപ്പച്ചി മരിച്ച് അടച്ചു വെച്ചതാണ് ആ മാജിക്കിൻ്റെ ബോക്സ്. ഇതുവരെ ഞങ്ങൾ തുറന്നു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് സങ്കടം വരും, അടച്ചങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷെ സാധാരണ എല്ലാവരും തിരിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അതെനിക്ക് കൊണ്ടുപോകണം. എൻ്റെ ആൺകുട്ടിയാണെങ്കിൽ ഇപ്പം എൻ്റെ സ്ഥാനത്ത് ഒരു ബോയ് ആണെങ്കിൽ ചിലപ്പോൾ നടന്നായിരിക്കാം, മാജിക്കാരനാവായിരിക്കും. എന്നാലും മാജിക് കൊണ്ടൊന്നും സമ്പാദിക്കാൻ പറ്റില്ല നമുക്ക്. അത്രയും അസിസ്റ്റൻസും ഇപ്പം മുതുകാടും സാമ്പ്രാട്ടൊക്കെ ചെയ്യുന്ന പോലെ വലിയ ഷോ ആയിരിക്കണം. ഒരുപാട് അസിസ്റ്റൻസും ലൈറ്റും കാര്യങ്ങളും. എൻ്റെ പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ 4 പേര് അടങ്ങുന്ന കുടുംബമായിരുന്നു മാജിക്. അങ്ങനെയുള്ള ഷോ ആയിരുന്നു. അപ്പം അതുകൊണ്ട് അതൊക്കെ റിസ്ക് ഉള്ള കാര്യമാണ്. ശരിക്കും കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചി അത് ആ പെട്ടി അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴും? നമുക്ക് ഭയങ്കര വിഷമം വരും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞില്ല, നമുക്കങ്ങനെ എനിക്കൊരു പാനിക്കായ സമയത്ത് എനിക്ക് അമ്മയാണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആ സംഭവം കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആ പെട്ടി സൂക്ഷിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ അത്രയും സങ്കടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഫീലൊക്കെ കിട്ടില്ലേ? മുകളിൽ കയറ്റി വെച്ചിരിക്കുക, തൊടാനവിടില്ല. ഫോട്ടോ ഉണ്ട് പൂപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച്. ഞങ്ങളിൽ പാടില്ല എന്ന് പറയും, ഫോട്ടോ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ വെച്ചു. കാരണം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. വീട്ടിൽ മരിച്ചവരെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറയും.
ഞാനതൊന്നും കാര്യമാക്കാറില്ല. ഞാനത് അവിടെ വെച്ച് എനിക്ക് എൻ്റെ ഉപ്പച്ചിനെ ഇടയ്ക്കൊന്ന് നോക്കണം, കാണണം. ഒട്ടും ഫോട്ടോ വെക്കാൻ പാടില്ല എന്നൊക്കെ ഞങ്ങളിൽ കുറേ നിയമങ്ങളുണ്ട്. ഷീൽഡുകൾ പാടില്ല, ഇങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന മൊമെന്റോസ് ഷീൽഡുകളൊക്കെ ഇഷ്ടം പോലെ. അപ്പൊ അത് മൊമെന്റോസ് ഒക്കെ നമുക്ക് എവിടെ ഫംഗ്ഷന് പോയാലും കിട്ടുമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഇതൊക്കെ മേടിച്ച് വെച്ച് 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 നമുക്ക് കുറേയൊക്കെ കൊടുത്ത് തീർന്ന് അതൊക്കെ ഇങ്ങനെ ചീത്തയിങ്ങനെ കൊടുത്തു. പിന്നെ സിനിമയുടെ ഒക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീടെടുത്ത സമയത്തൊക്കെ തിരിച്ചു വെച്ചു. ഞാൻ എല്ലാം ഇങ്ങോട്ടേക്ക് ഡൈനിങ് ഹാളിലേക്ക് മാറ്റി ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കുമ്പോൾ കാണാത്ത രീതിയിലേക്ക് വെച്ചു. കാരണം ഉപ്പച്ചി മരിച്ച സമയത്ത് വാടക വീടല്ലായിരുന്നു. ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഉസ്താദുമാരും പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് മാറ്റണം, ഇങ്ങനൊന്നും വെക്കാൻ പാടില്ല, പ്രതിമകൾ കാര്യങ്ങൾ. അപ്പോൾ ഒക്കെ എടുത്ത് മാറ്റേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കത് പറ്റില്ല, സാധ്യത. അപ്പോൾ സ്വന്തമായി വീട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആൾക്കാർ കയറി വരുന്നിടത്തൊന്നും അത് വെച്ചില്ല, അത് തിരിച്ചു വെച്ചു. അപ്പോൾ ആരും കാണില്ലല്ലോ, നമ്മൾ ഡൈനിങ് ഹാളിൽ വന്നിരുന്നാൽ മാത്രമേ മൊമെന്റോസ് കാണുള്ളൂ, അങ്ങനെയാക്കി വെച്ചു. അപ്പം അങ്ങനെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം, മനുഷ്യന്റെ രൂപം, മൃഗങ്ങളുടെ രൂപം, ഇതൊന്നും പാടില്ല എന്നുണ്ട്. പക്ഷെ നമ്മളിൽ അത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ട്, ചിലവർ ചെയ്യും ചിലവർ ചെയ്യിക്കും. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാതിരിക്കുന്നത്. അതെ അതെ, അത് ഫോളോ ചെയ്തിട്ടാണ് ചേച്ചി ജീവിക്കുന്നത്. ഞാനിപ്പോഴും നമ്മുടെ ഏത് കാസ്റ്റ് ആണെങ്കിലും നമ്മുടെ മതത്തിൽ നമ്മുടെ ആ കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യണം. നമ്മളത് നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ, ഇപ്പം നമുക്ക് പറഞ്ഞ പോലെ നിസ്കാരം മസ്റ്റാണ്, നിസ്കാരം വേണം, നമ്മൾക്ക് അത് ആവശ്യമാണ്. അപ്പം അങ്ങനെ പിന്നെ അമ്പലത്തിൽ പോണവരില്ലേ, ഹിന്ദുക്കള് പള്ളിയിൽ പോണവരില്ലേ, ആർട്ടിസ്റ്റാന്ന് പറഞ്ഞ് പ്രാർത്ഥന നമുക്ക് വിടാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ ഫോളോ ചെയ്യണമല്ലോ. അപ്പം ആ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും ചെയ്യും. ഇപ്പൊ അമ്മേനെ കൂട്ടി അമ്മയും മോളും കൂടെയുള്ള യാത്രകൾ ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ, അല്ലെങ്കിൽ അമ്മയും മോനും അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ടൂറ് ഇല്ല, നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ടൂറ് പോക്കില്ല. ആകെ ടൂറ് പോവാന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാംസിന് പോകുമ്പോഴുള്ള ആ ഒരു ടൂറില്ലേ, അതാണ് ഞങ്ങളുടെ ടൂർ. അതെ അതെ, പുറത്തോട്ട് പോകുമ്പോൾ വർക്കിന്റെ ആവശ്യങ്ങൾക്ക്, ജോലിയുടെ മമ്മിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ പുറത്തു പോകാനും കറങ്ങാനൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ എന്തായാലും ഒന്ന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പം ഹോസ്പിറ്റൽ കാര്യങ്ങൾ അത് ഉറപ്പാണ്. യാത്ര കഴിഞ്ഞു വന്നാൽ പിന്നെ 1 ലക്ഷം 2 ലക്ഷം ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ട്. ഓ അത് ശരി. അപ്പൊ അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇനി അത് വളരെ കെയർ ചെയ്യാൻ പറയും ഡോക്ടർ പറഞ്ഞത്. മാക്സിമം പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ മെഡിസിൻ ഒക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റ് എടുത്ത് നിന്നാൽ ഇനിയും പോകാം മുമ്പോട്ടേക്ക്. ചേച്ചി ഇപ്പൊ ഈ സോളോ വൈബ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി കുറെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, എനിക്ക് അങ്ങനത്തെ സ്വഭാവമേ ഇല്ല, ടൂർ സ്വഭാവമേ ഇല്ല, പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല. അപ്പൊ ചേച്ചി ഇതില്ലേ, ഷൂട്ടില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കും? ഷൂട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അത് കഴിഞ്ഞാൽ ലഞ്ചിനുള്ള തയ്യാറാക്കുക, അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും പ്രയറിന് നിൽക്കുക. ഞങ്ങൾക്ക് 5 നേരം ഉണ്ടല്ലോ പ്രയർ, അപ്പോഴേക്കും സന്ധ്യയായി, അങ്ങനെ പിന്നെ അപ്പോഴേക്കും ടിവിന്റെ മുമ്പിലായി, അങ്ങനെ നേരം പോകും ഓരോ കാര്യങ്ങൾ. ഒരു സമയം കഴിഞ്ഞപ്പോൾ ചേച്ചി സമ്പാദിച്ചു തുടങ്ങി, പൈസയായി തുടങ്ങി. അപ്പോൾ ഉമ്മച്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ഏതാ? ഇല്ല, മമ്മിക്ക് ഞാൻ സ്വർണം തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വള വാങ്ങിച്ചു കൊടുത്തു. മമ്മിക്ക് ഭയങ്കര തടവളകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ തടവള എന്നൊക്കെ പറയില്ല, ഇതേപോലെ ഇങ്ങനെ വള, ബാംഗിൾസ്, അപ്പം അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സാരി, നല്ല എപ്പോഴും പുറത്തു പോയാലേ എന്തെങ്കിലും നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുക്കും. സാരിയുടെ ഭയങ്കര ഇഷ്ടമാണ്, സാരി ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. സാരി ഇഷ്ടമാണ്. പിന്നെ കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് എന്താന്ന് വെച്ചാല് നമ്മള് അത് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കും. അതൊക്കെ തന്നെ. പുറത്തു പോയാൽ അപ്പൊ പറയും നല്ല ചെറിയ പരിപ്പുവട. ഞാൻ പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പം വിളി വരും, അവിടെ നല്ല കുഞ്ഞി പരിപ്പോടെ ഉണ്ടോ നോക്കിക്കേന്ന് പറയും. അവര് ചക്ക വറുത്തത് പരിപ്പുവട, അതൊക്കെ ഷുഗറിന്റെ എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്മമാരൊക്കെ കുട്ടികളാവും അല്ലേ? നമ്മൾ ഇവര് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കാത്തിരുന്ന ഒരു സമയം തിരിച്ചാവും. എല്ലാവർക്കും സംഭവിക്കാവുന്ന ചേച്ചി അത് എൻജോയ് ചെയ്യുമല്ലേ? സത്യം. അതെ 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 അതെ, ശരിയാ. പിന്നെ മമ്മിയാണെങ്കിൽ കുറച്ച് തഗ്ഗായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, ഇനി നമുക്ക് കാണാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു. എന്തായാലും ഇന്റർവ്യൂ ഒക്കെ നന്നായി, മോള് നന്നായി നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് സന്തോഷം. എന്തായാലും ഒരു പുതിയ കൊല്ലം വരികയാണ്. അപ്പം എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും, കൗമുദിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു കൊല്ലം, ഇനി വരുന്ന കൊല്ലം എല്ലാവർക്കും ഐശ്വര്യവും സാമ്പത്തികമായിട്ടും ഒക്കെ നല്ല മെച്ചം ഉണ്ടാവട്ടെ. പിന്നെ നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് അപകട മരണങ്ങളും കാര്യങ്ങളൊക്കെ
നമുക്കെപ്പോഴും ട്രാജഡികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് 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 മൊത്തം അതാണ് ഇപ്പോൾ ടെൻഷൻ. സ്വന്തം ജീവിതത്തിലേലും ടെൻഷൻ എന്താണെന്നറിയോ, മറ്റുള്ളവരുടെ മരണങ്ങൾ കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. അതും നിരപരാധികളായ ഒരുപാട് പേരല്ലേ, വയനാട്, അതേപോലെ ആക്സിഡൻറ്റ്, കുറേ MBBS കുട്ടികൾ, ഇതൊക്കെ ഞാൻ എപ്പോഴും ഇതൊക്കെ ഓർക്കും. ഇവരുടെയൊക്കെ വീട്ടുകാരുടെ സ്ഥിതിയൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും അവർക്കൊക്കെ നല്ല ശക്തി കൊടുക്കട്ടെ ദൈവം, അവർക്കൊക്കെ ഒരുപാട് ജീവിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ പോയി, അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോയി എന്ന് തന്നെ നമുക്ക് വിചാരിക്കുക. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അടുത്ത കൊല്ലം ഒരു നല്ല കൊല്ലാവട്ടെ, മോക്കും നല്ല ഐശ്വര്യവും എല്ലാം ദൈവം തരട്ടെ. അതേപോലെ എല്ലാവർക്കും, കൗമുദിയിൽ എല്ലാവർക്കും ഒരുപാട് എൻ്റെയും എൻ്റെ മമ്മിയുടെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.